ബിഗ് ബോസ് നമ്മൾ സീസൺ 8 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പൊ 14ാമത്തെ ആഴ്ചയും കഴിഞ്ഞു, അതായത് ഫിനാലെ വീക്കിലേക്ക് കടന്നിരിക്കുകയാണ് സീസൺ 8. അപ്പം സീസൺ 8ലേക്ക് ഓൾറെഡി ചലഞ്ചിങ്, അതായത് ആദ്യ ആഴ്ചകളിൽ എവിക്റ്റ് ആയി പോയ 8 കണ്ടസ്റ്റൻസിനെ ചലഞ്ചിങ് കണ്ടസ്റ്റൻസ് ആയിട്ട് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള ടോപ്പ് 6-7 കണ്ടസ്റ്റൻസുമായിട്ട് ഒരു ചലഞ്ചിങ് കൊടുത്ത് റീപ്ലേസ്മെന്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് നൈസായിട്ട് നമ്മുടെ ചലഞ്ചിങ് 8നെ ഒന്ന് പറ്റിച്ചിട്ടുണ്ട്. അതായത് അവർക്കൊരു അവസരം അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് കിട്ടും. ഒരാഴ്ച മുന്നേ ഇവരെ കൊണ്ടുവന്ന് ഇപ്പൊ നിലവിലുള്ള ടോപ്പ് 6-7 കണ്ടസ്റ്റൻസുമായിട്ട് ചലഞ്ച് ചെയ്ത് അവരെ ബ്രേക്ക് ഡൗൺ ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് റീപ്ലേസ്മെന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റീപ്ലേസ്മെന്റിനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ചലഞ്ചിങ് 8 ആയിട്ട് വരുന്ന കണ്ടസ്റ്റൻസിൽ നിന്ന് 2 പേരെ റീപ്ലേസ് ചെയ്തേക്കാം എന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. ഇതറിഞ്ഞ് മാക്സിമം നിലവിലുള്ള കണ്ടസ്റ്റൻസിനെ അവര് മാക്സിമം ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ മാക്സിമം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്ത് പല ശ്രമങ്ങളും നടത്തി നോക്കി. പ്രത്യേകിച്ച് ഗെയിമോ അല്ലെന്നുണ്ടെങ്കിൽ ഗെയിമിലേക്ക് ഇറങ്ങിയുള്ള സ്ട്രാറ്റജികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പഴയ നടന്ന കുറെ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചും പറഞ്ഞും രവീന്ദ്രനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സോഫയിൽ ഇരുന്ന് സോഫ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവർക്കൊരു റീപ്ലേസ്മെന്റിന് ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോസിബിൾ അല്ല. നമ്മൾ പ്രേക്ഷകർക്ക് പറയാം ബിഗ് ബോസിന്റെ ഒരു വൻ തട്ടിപ്പ് തന്നെയാണ്. വെറുതെ ഈ ഒരാഴ്ച എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് ടീമിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു അവരുടെ തന്ത്രം അത്ര മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ചലഞ്ചിങ് 8നെ പറഞ്ഞു പറ്റിച്ച് ഉള്ളിൽ കൊണ്ടുവന്ന് ഇവരുമായിട്ട് വെറുതെ ഒരു കോമ്പറ്റീഷൻ നടത്തി TRP കൂട്ടുക എന്നത് മാത്രമേ ഉള്ളൂ. കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് കരുതി അവസാന ആഴ്ചകളിൽ ഒരു തന്ത്രം മാത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്താണെന്നുണ്ടെങ്കിൽ ഇന്ന് അതിനൊരു ഏകദേശം ഒരു വിധി ബിഗ് ബോസ് തന്നെ പറഞ്ഞു. ആരും തന്നെ അതിനുള്ള യോഗ്യത നേടിയിട്ടില്ല. നിലവിലുള്ള ടോപ്പ് 6 കണ്ടസ്റ്റൻസ് അങ്ങനെ തന്നെ നിൽക്കും. ആർക്കും റീപ്ലേസ്മെന്റ് ഇല്ല. അതിന്റെ കൂടത്തിൽ വീണ്ടും പറഞ്ഞു ഇനിയും മത്സരം അവസാനിച്ചിട്ടില്ല, ഇനിയുമുണ്ട്, ഒന്നുമില്ല, അടുത്ത ബാച്ച് വരാൻ പോകുകയാണ്. അതായത് പുറത്ത് അവസാന നാളുകളിൽ എവിക്റ്റ് ആയി പോയിട്ടുള്ള അടുത്ത കണ്ടസ്റ്റൻസിന്റെ സെറ്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരാൻ പോകുകയാണ് ഈ ഒരാഴ്ച. അപ്പം ഇന്ന് മുതൽ എൻട്രി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഓൾറെഡി നമ്മുടെ തർഷിക, അതുപോലെ തന്നെ സത്യ, ജെഫ്രി, ആനന്ദി 4 പേരുടെ എൻട്രി നടന്നു കഴിഞ്ഞെന്നാണ് അറിയുന്നത്. ഓൾറെഡി ഇന്ന് നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നാളെയും ഒക്കെ ആയിട്ട് ബാക്കി എല്ലാവരും തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തും. അപ്പം ഇവർ ഈ റീസെന്റ് ആയിട്ട് എവിക്റ്റ് ആയി പോയത് കൊണ്ട് തന്നെ അവരെ ഈ ലാസ്റ്റ് വീക്കിലേക്ക് വെച്ചത് പ്രത്യേകിച്ച് അവർക്കൊരു ചലഞ്ചിങ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പറഞ്ഞു പറ്റിച്ച് വെറുതെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കാം. അതിൽ അപ്പുറം പ്രത്യേകിച്ചൊന്നുമില്ല. ബട്ട് ഈ ഒരാഴ്ച കണ്ടന്റുകൾക്ക് ഒരു ക്ഷാമം ഉണ്ടായിരിക്കത്തില്ല. കാരണം നമ്മുടെ വിശാൽ, തർഷിക, അൻഷിത ആ ഒരു ഇഷ്യൂസ് ചിലപ്പോൾ വീണ്ടും ഒന്ന് ആളിക്കെത്താനുള്ള സാധ്യതകളുണ്ട്. തർഷിക വന്ന് നമ്മുടെ പ്രൊമോയൊക്കെ കണ്ടിരുന്നു. അപ്പം രവീന്ദ്രനുമൊക്കെ ആയിട്ട് കുറച്ച് ഫയർ ആകുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇവർ ഇതിനുള്ളിൽ വന്ന് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ടു എന്നതും പറഞ്ഞു. അപ്പം പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്നുണ്ട് ഇതിനെന്തായിരിക്കും ഇവർ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അൻഷിതയുടെ എൻട്രിയും പ്രേക്ഷകരൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പം വിശാൽ, അൻഷിത ഇവർ തമ്മിലുള്ള ആ ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ മറ്റു പല രീതിയിലും വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിലേക്ക് തർഷിക വരുന്നു. അപ്പം ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളും ഇതിനകത്ത് കൊണ്ടുവന്ന് പലരും വളച്ചൊടിച്ചും പല രീതിയിലും സംസാരിക്കുന്നു. പുറത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇതൊക്കെ ബേസ് ചെയ്തൊരു കണ്ടന്റ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഒരാഴ്ച. അതിനുവേണ്ടി തന്നെയാണ് ബിഗ് ബോസിന്റെ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഈ ഒരു ദിവസം ഇന്നും നാളെയുമായിട്ട് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരും. പ്രത്യേകിച്ച് ഇനി ടെസ്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയിപ്പം പണപ്പെട്ടി ടാസ്ക് എന്തെങ്കിലും ഒരു ഗവേഷണോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഈ ഒരാഴ്ച പ്ലാൻ ചെയ്യുന്നത്. അപ്പം എന്താണെങ്കിലും നോക്കാം. തർഷിക, ആനന്ദി, അതുപോലെ സത്യ, ജെഫ്രി എന്നിവരാണ് ഈ ഒരാഴ്ച വരാൻ പോകുന്നത്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള സത്യ, ജെഫ്രി, വിശാല് ഇവരുടെയൊക്കെ ഒരു റീയൂണിയൻ ആയിരിക്കും ഇനി കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അരുണ് ഇവരെല്ലാം തിരിച്ച് കയറി കഴിയുമ്പോഴത്തേനും ആ ഒരു റാണവ് ഇവരൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു റീയൂണിയൻ ആയിരിക്കും ഇനി ഈ ഒരാഴ്ച നടക്കാൻ പോകുന്നത്. നല്ല കുറച്ച് പോസിറ്റീവ് വൈബ് ഉള്ളവർ ഒന്നിച്ച് വരാൻ പോകുന്നു. കുറച്ച് സൈഡിൽ എന്താ പറയുന്ന കുറച്ച് നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് സൈഡിൽ ഒരു അതർ സൈഡിൽ കുറെ പോസിറ്റീവ് വൈബ്സ് ഉള്ള കുറെ ഫ്രണ്ട്സിന്റെ ഒരു റീയൂണിയൻ ആയിരിക്കും നടക്കാൻ പോകുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഡീറ്റെയിലുകളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം.